ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈം ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങാ വെള്ളം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഏതൊരാൾക്കും നമ്മളുടെ വീട്ടിൽ നാരകം വളർത്തി നാരങ്ങ വിളവെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ പറമ്പിലെ മണ്ണിൽ നാരകം നട്ട് വളർത്തി നാരങ്ങ വിളവെടുക്കാം. സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഗ്രോ ബാഗുകളിലോ പാത്രങ്ങളിലോ നമുക്ക് നാരകം നട്ട് വളർത്തി നാരങ്ങ വിളവെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നിങ്ങൾ എൻ്റെ ടെറസിൽ ഞാൻ എൻ്റെ പാത്രങ്ങൾക്കകത്ത് നാരകത്തിനെ വളർത്തി നാരങ്ങ വിളവെടുക്കുന്നത് കണ്ടിട്ടുള്ളവരായിരിക്കും കേട്ടോ. നമ്മൾ നാരകത്തിനെ എങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞാലും നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ. അതായത് ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 അല്ലെങ്കിൽ 10 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അതാണ് നാരകം നട്ട് വളർത്താൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത്. നാരകം നമ്മൾ നട്ട് വളർത്തുന്നത് ഒരിക്കലും പശിമയുള്ള മണ്ണിനകത്ത് വളർത്താൻ പാടില്ല. നല്ല പോലെ ഇളക്കമുള്ള വെള്ളം ഒഴിച്ചാൽ തങ്ങി നിൽക്കാതെ അധികമായി വരുന്ന വെള്ളം വാർന്നു പോകാൻ കഴിവുള്ള നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ നാരകത്തിന് നട്ട് വളർത്താൻ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യവും നാരകത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പം മണ്ണിൽ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന നാരകമാണെങ്കിൽ ഒരു 1-2 ആഴ്ച ഇടവിട്ട് നമുക്ക് വെള്ളം കൊടുക്കാനുള്ള കാര്യമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഈ ഗ്രോ ബാഗുകളും പാത്രങ്ങൾക്കകത്തുമൊക്കെ നാരകം വളർത്തുമ്പം നമ്മൾ കൊടുക്കുന്ന വെള്ളം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 1-2 ദിവസമെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസമാണെങ്കിൽ വളരെ കുറേശ്ശെ വെള്ളം കൊടുക്കുന്ന ഒരു രീതി വേണം നാരകത്തിന് ചെയ്യാൻ. നാരകത്തിന് പൂവൊക്കെ വന്ന് നിൽക്കുന്ന സമയങ്ങളിലാണെങ്കിൽ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചോണം, അല്ലെങ്കിൽ പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ ചെറുനാരകം എന്ന് പറയുന്നത്. കണ്ടത്, ഇത് ഈ കമ്പയിൽ ഒരു കായുണ്ട്. ഈ കമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കായ്കളുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ കായ്കളാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഈ ചെറിയ ചെറിയ കമ്പുകളെ പോലും ഇഷ്ടംപോലെ കായ്കൾ. ഈ കമ്പയിലൊക്കെ കണ്ടോ, 5-8 കായാണ് ഈ കുഞ്ഞതയിലുള്ളത്. കണ്ടോ, ഇതുപോലെ കായ്കളാണ് നമ്മുടെ നാരകത്തിനുണ്ടാകുന്നത്. അപ്പം നാരകം വളർത്തുന്നവർ ഈ നാരകത്തിലൊക്കെ പഴുത്ത കമ്പുകളും ഉണങ്ങിയ കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വളർച്ച മുരടിച്ച കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വെട്ടിക്കളയണം. അങ്ങനെ പ്രൂണിങ് നടത്തുന്ന, കമ്പുകൾ കോതി കൊടുക്കുന്നതാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൂണിങ് നടത്തുമ്പോഴാണ് കൂടുതൽ തളിരിലകൾ വരികയും ആ തളിരിലകളിലാണ് പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിർബന്ധമായും പ്രൂണിങ് നടത്തണം. അല്ലാതെ കറിക്കെത്തി കൊണ്ടു കഴിഞ്ഞാൽ നാരങ്ങ ഉണ്ടാകത്തില്ല, കായ്ക്കത്തില്ല അങ്ങനെന്താ പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ട. വർഷത്തിൽ 1-2 തവണയെങ്കിലും നമ്മൾ നാരകത്തിന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഷേപ്പിൽ നിൽക്കാനും, ഇതിനിപ്പോൾ ഇച്ചിരി പ്രൂണിങ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിയുമ്പം ഇതിനെ നല്ല പോലെ വെട്ടി ഒതുക്കാനുള്ള ഒരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 വർഷമേ ആയിട്ടുള്ളൂ. ഇതേപോലെ ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചായി വന്നിട്ട്, അതുകൊണ്ടാണ് നമ്മൾ വെട്ടൽ അങ്ങോട്ട് കുറച്ചത് കേട്ടോ. നാരകത്തിന് പലപ്പോഴും പുഴുക്കളുടെ ശല്യം ഇലകളിൽ കാണാറുണ്ട്. ഇലയെ ഇങ്ങനെ കൂട്ടിക്കെട്ടി പുഴുക്കളിങ്ങനെ വരും. അങ്ങനെ പുഴുക്കൾ വരുന്നത് കണ്ടാൽ പുഴുക്കളെ എടുത്ത് നശിപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പുഴുക്കൾ വന്ന് കൂടുതൽ ശല്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണയും സോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബിവേറിയ, ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ഇതുപോലുള്ള ബിവേറിയയാണേ. അപ്പം ബിവേറിയ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ എല്ലാ ഭാഗത്തും, അത് ചെടി പൂവിടുന്ന സമയത്തും കായുണ്ടാകുന്ന സമയത്തും എല്ലാ സമയത്തും നമുക്ക് ഇലകളിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനി. പിന്നെ നാരകത്തിൽ വരുന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല മഞ്ഞളിക്കുന്നതാണ്. അങ്ങനെ നാരകത്തിൻ്റെ ഇലകളിൽ ഇല മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ 1 സ്പൂണ് എപ്സം സോൾട്ട് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇല മഞ്ഞളിക്കുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടും മണ്ണ് തറഞ്ഞു പോയിട്ടും ഒക്കെ ഉണ്ടാകുന്ന മഞ്ഞളിപ്പാണെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് ആ രീതിയിലുള്ള മഞ്ഞളിപ്പിനെ മാറ്റിയെടുക്കാനുള്ള പണി. പിന്നെ നമ്മുടെ നാരകത്തിൻ്റെ ചെടികളിൽ കാണുന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള കുത്തുകൾ വരും. ആദ്യം അത് മഞ്ഞ നിറത്തിലുള്ള കുത്തുകളാണ്, പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം ബ്രൗൺ നിറത്തിലുള്ള കുത്തുകളായിട്ട് ഇലയിലും അതുപോലെ കായ്കളിലും ഒക്കെ വരാറുണ്ട്. അതെല്ലാം ഫംഗസിൻ്റെ രോഗങ്ങളാണ്. അപ്പം ഫംഗസ് രോഗങ്ങൾ കണ്ടാൽ തുടക്കത്തിലെ തന്നെ സാഫ് പോലെയുള്ള ഏതെങ്കിലും ഫഞ്ചിസൈഡ്, ഞാൻ ഉപയോഗിക്കുന്നത് സാഫാണ്, അത് മറ്റു പല ഫഞ്ചിസൈഡുകളും കിട്ടാനുണ്ട്, ഏതെങ്കിലും ഒരു ഫഞ്ചിസൈഡ് വാങ്ങിച്ച് ഇതുപോലെ ഉപയോഗിക്കണം. അപ്പം സാഫ് ആണെങ്കിൽ
1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം 2 ഗ്രാം സാഫ് നല്ലവണ്ണം ലയിപ്പിച്ചിട്ട് ഇലകളിലും തണ്ടിലും എല്ലായിടത്തും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫംഗസുകളുടെ രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ നാരകം മണ്ണിലാണ് വളർത്തുന്നതെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ജൈവവളം, അത് ചാണകപ്പൊടിയോ കോഴിവളമോ എല്ലുപൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ജൈവവളങ്ങൾ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ വളർത്തുമ്പം എല്ലാ മാസവും ഇതുപോലെ ചാണകപ്പൊടി, കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് എല്ലുപൊടി, 1 പിടി എല്ലുപൊടി മതി, അതിനേക്കാൾ കുറച്ച് മതി വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ജൈവവളമൊക്കെ ആണെങ്കിൽ ചുവട്ടിൽ തണ്ടിൽ മുട്ടാതെ മാറ്റി ഓരോ മാസവും ഇട്ട് കൊടുക്കണം. പല ആളുകളുടെയും പരാതിയാണ് നാരകം പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, അതുപോലെ ഉണ്ടാകുന്ന കായ്കളെല്ലാം ചെറുതാണ്. ഇങ്ങനെയുള്ള പരാതിയെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഉള്ളതോ ആയ പഴുത്ത് പോയ പഴങ്ങളുണ്ടല്ലോ, തൊലിയൊക്കെ കറുത്ത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി വരുന്ന പഴങ്ങൾ, ഇതിപ്പോൾ റോബസ്റ്റയുടെ പഴമാണ്. അല്ലെങ്കിൽ ചെറുപഴങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ളത് നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ ചെറിയ പഴങ്ങളാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്തോണം. എന്നിട്ട് അതിനെ നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. തൊലിയൊന്നും കളയണ്ട കേട്ടോ. അങ്ങനെ പഴം അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. കണ്ടോ, ഒരു പഴമാണേ. ഒരു പഴം നല്ല പോലെ തൊലിയും എല്ലാം ഉൾപ്പെടെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണേ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. ആ ജൈവ സ്ലറിയിലേക്ക് ഈ പഴം അരച്ചത് നല്ല പോലെ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, നല്ല നേർപ്പിച്ചെടുത്തിരിക്കുന്ന ജൈവ സ്ലറിയാണ്. നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ യൂട്യൂബിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൂച്ചെടികൾക്കായാലും പഴച്ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ വളമാണ് ജൈവ സ്ലറി. അപ്പം ജൈവ സ്ലറിയും നമ്മൾ ഈ പഴം അരച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഏത് ചെടിയാണോ ഏത് നാരകമാണോ നമുക്ക് കായ്ക്കാനുള്ളത് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കണ്ടോ, ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ ചുവട്ടിലേക്ക് നമ്മളുണ്ടാക്കിയ വളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്തു കൊടുക്കണം. നാരകത്തിന് നല്ല സൂപ്പർ വളമാണ്. ഏത് കായ്ക്കാത്ത നാരകവും കായ്ക്കും. അങ്ങനെ ഏത് കായ്ക്കാത്ത നാരകവും കായ്ക്കും എന്ന് പറയുമ്പം നമ്മളിപ്പം നമ്മളുടെ പറമ്പിലൊക്കെ നമ്മൾ നട്ട് വളർത്താതെ തന്നെ തന്നെത്താനെ മുളച്ചു വന്നിരിക്കുന്ന ചെറുനാരകങ്ങളുണ്ട്. അങ്ങനെ വിത്തുകൾ വീണ് കിളുത്തു വന്നിരിക്കുന്ന ചെറുനാരകങ്ങളാണെങ്കിൽ അവർ കായ്ക്കാൻ 8 മുതൽ 12 വർഷം വരെ എടുക്കാറുണ്ട്. കായ്ക്കാതിരിക്കത്തില്ല, കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ. അതേസമയം ഞാനൊക്കെ ഈ വളർത്തുന്നത് പോലെ ചട്ടിക്കകത്ത് വെച്ച് വളർത്തുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കായ്ച്ച് കിട്ടണം എന്നൊക്കെ ഉള്ളവർ നഴ്സറികളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയിട്ടുള്ള തൈകൾ വാങ്ങിച്ച് വളർത്തണം. അപ്പം നിറയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നാരകം കായ്ക്കുന്നില്ല, വളരുന്നില്ല, പൂക്കുന്നില്ല എന്നുള്ള പരാതിയുള്ളവരെല്ലാം ഈ വളം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എല്ലാ നാരകവും നിങ്ങൾക്ക് കായ്ച്ചു കിട്ടും. അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇതുപോലെ നമ്മളിവിടെ എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള സാധനങ്ങൾ, ചുരക്കയും വെണ്ടയും തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും, കുറ്റി ബീൻസും അതുപോലെ കുറ്റിപ്പയറും പിന്നെ കൊത്തമരയും വെണ്ടയും തക്കാളിയും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള എല്ലാ ഇനം ക്വാളിറ്റിയുള്ള വിത്തുകളെല്ലാം തന്നെ മുളച്ച് കിട്ടുന്ന ഇനം വിത്തുകളാണ് ഞാനിവിടുന്ന് തരുന്നത്. കൃഷി ചെയ്യാൻ വിത്തുകൾ കിട്ടുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ്, ഏത് വിത്താണോ വേണ്ടത് അവരുടെ പേരൊന്ന് എഴുതിയിട്ടാൽ മതി, ബാക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.